വിനോദ് ഗത്തൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ നമ്മുടെ സൗദി അറേബ്യയിലുള്ള ഒരുവിധം ബാങ്ക് ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ച് സെൻറ്ററുകൾ, മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ ഇവരൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പൈസ അയക്കുക, എങ്ങനെയാണ് അത് ഡൗൺലോഡ് ആക്കേണ്ടതെന്നൊക്കെ. ബർക്ക്, പിന്നെ ടിക്മോ, ഫ്രൻഡി, ബിനിയാല, D360 ഈ ആപ്ലിക്കേഷനൊക്കെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില വീഡിയോകളിൽ, ചില ബാങ്കിൻ്റെ വീഡിയോകളിൽ, അതായത് D360 എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ D360, ബിനിയാല എന്നീ ബാങ്കുകളിൽ ഞാൻ എങ്ങനെയാണ് ടോപ്പ് അപ്പ് ചെയ്യുന്നത്, പൈസ ആഡ് ചെയ്യുന്നത് ഞാൻ കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം വീഡിയോൻ്റെ ലെങ്ത് കൂടി പോകും എന്ന് കരുതിയാണ് ഞാനത് കാണിക്കാഞ്ഞത്. അപ്പോൾ ചില വീഡിയോയുടെ അടിയിൽ നമ്മുടെ സബ്സ്ക്രൈബർ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എന്താണ് നിങ്ങൾ പൈസ ആഡ് ചെയ്യുന്നത് കാണിച്ചിട്ടില്ലല്ലോ, അതെങ്ങനെ ആഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. ഞാൻ അവർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കമൻറ്റിലൂടെ, ഇങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനത് ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാ ബാങ്കുകളിലെയും ഇപ്പോൾ ഈ ബർക്ക്, പിന്നെ ഈ നമ്മുടെ D360, ബിനിയാല, ഫ്രൻഡി, ഇതിലെ എല്ലാം എങ്ങനെയാണ് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യുന്നത്, മണി എങ്ങനെയാണ് നമ്മൾ ATM കാർഡ് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക്, ഈ വാലറ്റിലേക്ക് നമ്മൾ പൈസ ആഡ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാം. അത് എല്ലാ ബാങ്കിൻ്റെയും കാണിക്കുന്നുണ്ട്, ഓരോന്നായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ഡൗട്ടുള്ള ആളുകൾക്ക് ഈ വീഡിയോ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളെ മൊബൈൽ ഓപ്പൺ ആക്കിയിട്ട് അതിൽ D360 എന്ന് പറയുന്ന ആ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അപ്പോൾ എൻ്റെ അക്കൗണ്ടിലൂടെ, മെയിൻ അക്കൗണ്ടിൽ 00 എന്നാണ് ബാലൻസ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പൈസ അയച്ചതൊക്കെ കാണാം. 2-3 തവണ പൈസ അയച്ചിട്ടുണ്ട്. അത് 2 മാസം 3 മാസമൊക്കെ വെച്ചിട്ട് ബാങ്ക് റേറ്റ് കൂടുന്നതിനനുസരിച്ചാണ് ഞാൻ പൈസ അയക്കാറുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് പൈസ ആഡ് ചെയ്യുന്നത്, അതായത് റിയാൽ എങ്ങനെയാണ് ആഡ് ചെയ്യുക എൻ്റെ ഒരു വീഡിയോ അപ്പോൾ ഞാൻ അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ അതിൽ നമ്മൾ ടോപ്പ് അപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, മേലത്തെ IBAN നമ്പർ, അതായത് D360 എന്ന് പറയുന്ന ബാങ്കിൻ്റെ IBAN നമ്പറാണ്. അതായത് നമുക്ക് ഈ അക്കൗണ്ട് ആർക്കെങ്കിലും പൈസ അയക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ IBAN നമ്പർ കോപ്പി ചെയ്തിട്ട് വാട്സാപ്പിൽ സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ മൈ അക്കൗണ്ട്, അതായത് ഇൻറ്റേർണലായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുന്നത്. അങ്ങനെ ഇനി ഇത് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എൻ്റർ ദ എമൗണ്ട് കൊടുക്കുക. ഇവിടെ എമൗണ്ട് അടിച്ചു കൊടുക്കുക, എത്ര എമൗണ്ട് വെച്ചെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. പക്ഷേ ഒരു റിയാൽ അടിച്ചു കൊടുത്തു, ഒരു റിയാൽ പറ്റില്ല, മിനിമം ഇപ്പോൾ 50 റിയാൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 50 റിയാൽ അടിച്ച് ഞാൻ 50 റിയാൽ അടിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഞാൻ ഓൾറെഡി ഇവിടെ സേവ് ചെയ്ത്, എൻ്റെ ഡെബിറ്റ് കാർഡിൻ്റെ നമ്പറും അതെല്ലാം ഇവിടെ സേവ് ചെയ്ത് വെച്ച കാരണം കൊണ്ടാണ് അവിടെ ആ കാർഡ് നമ്പർ കാണിക്കുന്നത്. ഇനി അവിടെ ആ കാർഡിൻ്റെ ബാക്കിലുള്ള ഒരു 3 ഡിജിറ്റ് വരുന്നുണ്ട്, 3 അക്ക നമ്പർ, അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഡയറക്റ്റ് അക്കൗണ്ടിലേക്കാണ് പോവുക. അപ്പോൾ ഞാൻ പുതിയ കാർഡ് ആഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൽ കാർഡ് ഡീറ്റെയിൽസിൻ്റെ നെയിം ഓഫ് ദ കാർഡ് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഒരു പുതിയ ബാങ്കിൻ്റെ കാർഡാണ് ഇപ്പോൾ അത് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കുമ്പോൾ അതിൽ ആഡ് SAR 50 റിയാൽ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും നോക്കി നോക്കാം. ഇവിടെ ഈ നമ്പറെല്ലാം നമ്മൾ ബാക്കിലത്തെ കാർഡ് നമ്പർ CVV എന്നുള്ള കോഡില്ല, അത് കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എറർ കാണിക്കും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇതിലേക്കാകുമ്പോൾ പോവുക, ഇങ്ങനൊരു പേജിലേക്കാകുമ്പോൾ പോവുക. അപ്പോൾ അത് ഓപ്പൺ ആയി വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഓപ്പൺ ആവട്ടെ. അപ്പോൾ എൻ്റെ എമിറേറ്റ്സ് NBDയുടെ കാർഡാണ്. അതിലേക്ക് ഒരു രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള പൈസ നമ്മളതിലേക്ക് കയറും. D360 എന്ന് പറയുന്ന ഡിജിറ്റൽ വാലറ്റിലേക്ക് ആ പൈസ കയറും. അപ്പോൾ ഞാൻ അക്കൗണ്ട് നമ്പർ കൂടെ അടിച്ചു കൊടുത്തു, അല്ല OTP ഒന്ന് നമ്പർ അടിച്ചു കൊടുത്തു. OTP നമ്പർ അടിച്ചു വന്ന് കൊടുത്തപ്പോൾ ഇവിടെ കാണിച്ചത് സംതിങ് റോങ് എന്ന് പറയുന്നത്, കാരണം ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് ഫണ്ട് എന്ന് പറയുന്നത്, അതായത് ആ അക്കൗണ്ട് പുതിയ അക്കൗണ്ടില്ല, ആ അക്കൗണ്ടിൽ ഞാൻ പൈസ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇൻസഫിഷ്യൻ്റ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ പഴയ കാർഡ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള കാർഡ് ഉണ്ടല്ലോ, അതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ആ കാർഡിൻ്റെ CVV എന്നുള്ള ബാങ്കിൻ്റെ 3 അക്ക നമ്പർ അടിച്ചു കൊടുത്തു. അതായത് ഒരു സീക്രട്ട് നമ്പറാണ്, അത് അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കൊടുത്തിട്ട് അടുത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ
അടുത്ത ഒരു പേജ് വരും, അക്കൗണ്ടിലേക്ക് ഒരു പേജ് വരും. ഇങ്ങനെ വരിക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അലിൻമ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറാണ് അടിച്ചു കൊടുത്തുള്ളത്. അതിൽ അലിൻമ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ പോയിട്ട് അവിടുന്ന് അപ്രൂവൽ കിട്ടണം. അപ്രൂവ് കിട്ടും. ആ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്രൂവും കൊടുക്കാം, റിജക്റ്റും കൊടുക്കാം. അതായത് അലിൻമ ബാങ്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനിൽ പോയിട്ട് അത് ഞാൻ അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്താൽ മാത്രമാണ് എനിക്കിതിലേക്ക് കൺഫേം ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ പൈസ കയറുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷൻ. അലിൻമ ബാങ്കിൻ്റെ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഡയറക്റ്റ് ഒരു OTP അല്ല വരുന്നത്. കണ്ടോ, എനിക്ക് OTP അല്ല വന്നത്, ഡയറക്റ്റ് ബാങ്കിൻ്റെ ഇതിലേക്കാണ് പോയത്. കണ്ടോ, ഇതിൽ ഞാൻ അലിൻമ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി. അപ്പോൾ ഇതിൽ അപ്രൂവ് റിജക്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ അപ്രൂവ് കൊടുക്കുകയാണ്. അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അവിടെ കാണിക്കും സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അടിയിൽ കണ്ടോ, ദ ട്രാൻസാക്ഷൻ ഹാസ് ബീൻ സക്സസ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് അപ്രൂവായി. ഇനി വീണ്ടും ഞാൻ D3 ബാങ്കിലേക്ക് ഓപ്പണായിട്ട് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് കൂടെ കൺഫേം കൊടുക്കണം. കൺഫേം എന്നുള്ള താഴത്ത് കൊടുത്താൽ മാത്രമാണ് എൻ്റെ പൈസ, അതായത് ഞാനിട്ട റിയാൽ എത്രയാണോ എഴുതിയ ടൈപ്പ് ചെയ്ത റിയാൽ അതിലേക്ക് ടോപ്പപ്പ് ആവുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ. ഇപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് ടോപ്പപ്പ് ചെയ്യുക, പൈസ ടോപ്പപ്പ് ചെയ്യാന്ന് കണ്ടോ, 50 റിയാൽ മണി ആഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് എൻ്റെ D360 എന്ന ബാങ്കിൻ്റെ ഡിജിറ്റൽ ബാങ്കിൻ്റെ 50 റിയാൽ ക്രെഡിറ്റ് ആയിരുന്നു, ഇതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് D360 എന്ന ബാങ്കിൻ്റെ ഡിജിറ്റൽ വാലറ്റിലേക്ക് പൈസ ആഡ് ചെയ്യുക. നമ്മളെ കാർഡ് വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അറിയാം. ഇനി നമുക്ക് നാട്ടിലെ ബെനിഫിഷ്യറി ഏതാണോ അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ആ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് നമുക്ക് പൈസ അയക്കാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു 100 റിയാൽ അടിച്ചു, അല്ലെങ്കിൽ ഒരു 50 റിയാൽ, അല്ല 50 റിയാൽ ഉള്ളത്, അല്ല 50 റിയാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ബാങ്ക് റേറ്റ്, എസ്റ്റിമേഷൻ റേറ്റ് എല്ലാം അതിൽ കാണിക്കും. ഇപ്പോൾ ഇത് കാണിക്കുന്നുണ്ട് 1135. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൈസ ഡയറക്റ്റ് എൻ്റെ അക്കൗണ്ടിലേക്ക് പോകും, ക്രെഡിറ്റ് ആവും. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുന്നില്ല, അവിടെ വെച്ച് കട്ടാക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് ബിനിയാലയിൽ എങ്ങനെ പൈസ അയക്കുന്നു നോക്കാം. ബിനിയാല എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെയാണ് നമ്മൾ പൈസ നാട്ടിലേക്ക് അയക്കുക എന്നുള്ളതും കൂടിയാണ് ഒരു വീഡിയോ കൂടിയാണ് ഇതിൽ കാണിക്കുന്നത്. അതിൽ നമ്മൾ ഫോൺ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബിനിയാലയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് നമ്മളുടെ ഇക്കാമ നമ്പർ നമ്മൾ അവിടെ കൊടുക്കുക. അതായത് ബിനിയാല അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ഇക്കാമ നമ്പറും അതിൻ്റെ പാസ്വേഡും ഉണ്ടാവും. ആ പാസ്വേഡും കൂടി നമ്മൾ കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ബിനിയാലയുടെ കാണിക്കുക. ബിനിയാലയുടെ നമ്മൾ ബെനിഫിഷ്യറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയി കാണിക്കുക. അപ്പോൾ ഇതിലൂടെ ഇനി എങ്ങനെയാണ് നമ്മൾ പൈസ അയക്കേണ്ടത്, അപ്പോൾ അത് നോക്കാം. അപ്പോൾ അതിൽ ട്രാൻസ്ഫർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് കൺട്രി, അത് ഏതാ സെലക്ട് എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുക. ഇന്ത്യ കൊടുത്തു. പിന്നെ സെലക്ട് ഓഫ് ദ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുന്നത് ബാങ്ക് ട്രാൻസ്ഫർ. ഞാൻ എൻ്റെ അക്കൗണ്ടിൻ്റെ ബാങ്കിലേക്കാണ്, എൻ്റെ നാട്ടിലത്തെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അത് ബാങ്ക് ട്രാൻസ്ഫർ കൊടുത്തു. സെലക്ട് കറൻസി, ഇന്ത്യൻ കറൻസി. ബാങ്ക് ഡെപ്പോസിറ്റിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ബാങ്ക് ഡെപ്പോസിറ്റ് കൊടുത്തു. പിന്നെ നമ്മൾ ഏതാണ് അക്കൗണ്ട് വെച്ചെങ്കിൽ ആ അക്കൗണ്ട്, നാട്ടിലത്തെ അക്കൗണ്ട് വെച്ചെങ്കിൽ അത് കൊടുക്കുക. അത് അതിൽ കൊടുക്കുക. നമ്മൾ ഓൾറെഡി അതിൽ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ കൊടുക്കുക. പിന്നെ ബെനിഫിഷ്യറി കറൻസി ഏതാണെന്ന് വെച്ചെങ്കിൽ, അതായത് നമ്മൾ സൗദി റിയാലല്ല അയക്കുന്നത്, അപ്പോൾ SAR കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ നമ്മുടെ കറൻസി കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ ആഡ് ടു ദ ട്രാൻസ്ഫർ എമൗണ്ട്, ഡിറ്റക്ട് ദ ട്രാൻസ്ഫർ എമൗണ്ട്, അതായത് നമ്മൾ അയക്കുന്ന പൈസ ഇപ്പോൾ 100 റിയാൽ അയക്കുന്നുണ്ടെങ്കിൽ ആ 100 റിയാലിൽ നിന്ന് ഇതിന് അയക്കുമ്പോൾ ഫീസ് ഉണ്ടെങ്കിൽ ആ 100 റിയാലിന് കട്ട് ചെയ്തിട്ട് ആ ബാക്കി പൈസ നമ്മുടെ നാട്ടിലെ അക്കൗണ്ടിലേക്ക് കയറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചോദിക്കുന്നത്. അതല്ലെങ്കിൽ അതിൽ മേലത്തെ ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ എക്സ്ട്രാ പിന്നെ 100 എന്നുള്ളത് ഇപ്പോൾ ഒരു 5 റിയാൽ നമ്മൾ ഫീസ് മേടിക്കുന്നില്ല, 5 റിയാൽ നമ്മളെടുത്ത് വീണ്ടും അടയ്ക്കാൻ പറയും. അപ്പോൾ അത് നമ്മൾ അടയ്ക്കേണ്ടി വരും, ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ 100 റിയാൽ അയച്ചു, നമുക്ക് അതിൻ്റെ പ്രൈസ് കാൽക്കുലേഷൻ കിട്ടും. അപ്പോൾ 100 റിയാൽ നമ്മൾ അയക്കുന്ന വെച്ചാൽ അവിടെ കാൽക്കുലേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എത്ര റിയാലാണ് അയക്കുന്നത്, അതിൻ്റെ ഫീസ് എത്രയെന്ന് കാണിക്കും. അവിടെ ഫീസ് കാണിക്കുന്നുണ്ട് 4.95, അതായത് 5 റിയാൽ നമ്മൾ അടയ്ക്കണം. അപ്പോൾ അത് 1000 റിയാലായാലും ശരി, 1500 റിയാലായാലും ഇപ്പോൾ ബിനിയാലയിൽ നിലവിൽ നമ്മൾ അയക്കുന്നതിന് സെൻഡിങ് ഫീസ് അവർ മേടിക്കുന്നുണ്ട്, 5 റിയാൽ മേടിക്കുന്നുണ്ട്. 1000 റിയാലായാലും ശരി, 1500 റിയാലായാലും ശരി അവർ മേടിക്കുന്നുണ്ട്. അതാണ് ഞാൻ അവിടെ നിങ്ങൾക്കത് അതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാൻ വേണ്ടി കൂടിയിട്ടാണ് ഞാനിങ്ങനെ കൊടുത്തുള്ളത്.
ഇനി 1000 എന്നുള്ളത് ഒരു 5000 റിയാലാക്കി നോക്കി 1500 5000 റിയാലാക്കി നോക്കുമ്പോൾ അവിടെ സെൻഡിങ് ഫീസ് കാണിച്ചു കണ്ടോ, ചാർജസ് 0 ആണ് കാണിച്ചത് കണ്ടോ. അപ്പോൾ 5000 വന്നപ്പോൾ അവിടെ 0 ആണ്. പക്ഷേ എമൗണ്ട് നമുക്ക് കിട്ടുന്ന ബാങ്ക് റേറ്റ് എല്ലാം സെയിം ആണ്. അത് 1000 അയച്ചാലും ശരി, 500 അയച്ചാലും 100 അയച്ചാലും ബാങ്ക് റേറ്റ് കിട്ടുക സെയിം ആയിരിക്കും. പക്ഷേ നമുക്ക് ഇത്ര മിനിമം ബാലൻസിൻ്റെ ഇത്ര മിനിമം പൈസയുടെ ഉള്ളിലാണ് നമ്മൾ അയക്കുന്നത് വെച്ചെങ്കിൽ നമ്മൾ അവിടെ ചാർജ് പൈസ കൊടുക്കണം. ഇപ്പോൾ ഞാൻ 1500 അടിച്ചപ്പോൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 495 വന്നു. അതാണ് അങ്ങനെ കാണിക്കുന്നത്. പക്ഷെ ബാങ്ക് റേറ്റ് എല്ലാം സെയിം ആണ്, അതിലൊരു വ്യത്യാസമില്ല. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എമൗണ്ട് ഇങ്ങനെ മാറി മാറി അടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. ഇനിയിപ്പോൾ ഒരു 50 റിയാൽ ഞാൻ അയക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 50 റിയാലിനും ഞാനിവിടെ 5 റിയാൽ ഫീസ് കൊടുക്കണം. ഇനിയിപ്പോൾ ഒരു 50 റിയാൽ ഞാൻ അയക്കാൻ വേണ്ടി നോക്കുകയാണ്. 50 റിയാൽ അയക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഫാമിലി എന്താണ് എക്സ്പെൻസ് വേണ്ടി. അപ്പോൾ ഞാൻ ഫാമിലി എക്സ്പെൻസ് കൊടുത്തു, നമുക്കത് കൊടുക്കാമല്ലോ, അങ്ങനെ അഗ്രി കൊടുത്തു. പിന്നെ അടുത്തത് ട്രാൻസ്ഫർ എന്നുള്ളതിലേക്ക് പോകുമ്പോൾ അവർ നമ്മൾ അക്കൗണ്ട് നമ്പർ എല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ കൺഫേം കൊടുക്കുക. നമ്മൾ അക്കൗണ്ട് നമ്പർ എല്ലാം ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്തതിന് ശേഷം നമുക്കൊരു നമ്പർ മൊബൈലിലേക്ക് ഒരു OTP വരും. ഒരു OTP വരും നമ്മളെ നമ്പറിലേക്ക്. ആ OTP നമ്മൾ അവിടെ കൊടുക്കുക. OTP കൊടുത്തു കഴിഞ്ഞാൽ OTP വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത് OTP കൊടുക്കുക. ആ OTP കൊടുത്തു കഴിഞ്ഞാൽ നേരെ എന്താണ് മെസ്സേജ് വരുന്നത് നമുക്ക് നോക്കി നോക്കാം. എന്നിട്ട് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുമ്പോൾ ഏത് വഴിയാണ് നമുക്ക് അയക്കേണ്ടത്, ബാങ്ക് ത്രൂ വഴി അയക്കണോ, അതായത് ബ്രാഞ്ച് വഴി അയക്കണോ, അതോ ഈ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് വഴി അയക്കണോ. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത്, അതാണല്ലോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. കാരണം ബാങ്കിൽ പോയിട്ട് വരിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എറർ മെസ്സേജ് വന്നു. എറർ മെസ്സേജ് വന്ന വയലേഷൻ എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ആ എമൗണ്ട് പോരാ. കാരണം 50 റിയാൽ അയക്കുമ്പോൾ അതിൽ 5 റിയാൽ ഇവർ ഡിറ്റക്ഷൻ ചെയ്യും നമ്മൾ ചാർജായിട്ടും. പിന്നെ നമുക്ക് 45 റിയാലുള്ളൂ. അപ്പോൾ 45 റിയാൽ മിനിമം പോവില്ല. അപ്പോൾ 50 റിയാൽ മിനിമം പോവുള്ളൂ. പക്ഷേ 50 റിയാലിനുള്ള നമ്മൾ എക്സ്ട്രാ, അതായത് ചാർജ് എത്രയാണ് വരുന്നത്, സെൻഡിങ് ഫീസ് എത്ര വരുന്നത്, അതും കൂടി കാൽക്കുലേഷൻ ചെയ്തിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാനതൊരു 60 റിയാൽ അടിക്കുകയാണെങ്കിൽ 55 റിയാൽ 60 റിയാൽ അടിക്കുകയെന്ന് വെച്ചെങ്കിൽ ഓക്കെ, അത് സെൻഡാവും. ഇപ്പോൾ ഇവിടെ ചോദിക്കും, വീണ്ടും ഞാനത് വീണ്ടും ട്രൈ ചെയ്യാണ്. ഇന്ത്യ കൊടുത്തു, വീണ്ടും പഴയ പോലെ തന്നെ ഇന്ത്യ കൊടുത്തു, ബാങ്ക് ട്രാൻസ്ഫർ കൊടുത്തു. പിന്നെ ഇത് മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തു. ഞാൻ എന്തൊക്കെയാണ് ആദ്യം കൊടുത്ത പോലെ തന്നെ എല്ലാം കൊടുത്തു. സാലറി ഏത് റെമിറ്റൻസ് ഏതാണെന്നൊക്കെ നോക്കി, കറൻസി, സാലറി, SIR കൊടുത്തു, സൗദി റിയാൽ കൊടുത്തു. വീണ്ടും കാൽക്കുലേഷൻ ചെയ്യുക. അവിടെ എമൗണ്ട് അടിച്ചു കൊടുക്കാൻ എത്ര എമൗണ്ട് വെച്ചാൽ അത് അടിച്ചു കൊടുക്കുക. ഞാനതൊരു 52 റിയാൽ അടിച്ചു നോക്കി. 52 റിയാലിൽ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത്. 52 റിയാലാകുമ്പോഴും കണ്ടോ അവിടെ കാണിക്കുന്നത് ആ എമൗണ്ട് പോരാന്നാണ് അവർ പറയുന്നത്. വീണ്ടും ഞാനത് ഇങ്ങനെ അക്കൗണ്ടിലേക്ക് കൊടുത്തപ്പോൾ നമ്മൾ നാട്ടിലേക്ക് അയക്കണ പോലെ തന്നെ ചെയ്ത് നോക്കുമ്പോൾ വീണ്ടും റെഡ് മെസ്സേജാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ എറർ വന്നതിന് ശേഷം ഞാനതൊരു 60 റിയാലാക്കിയിട്ട് ഞാൻ സെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കി. ഞാൻ ബാക്കിയുള്ള ഇതൊക്കെ ഫില്ലപ്പ് ചെയ്തു, ഇലക്ട്രോണിക് പേയ്മെൻറ്റ് കൊടുത്തു. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം കണ്ട എൻ്റെ 60 റിയാൽ എന്നോട് കാണിക്കുന്നുണ്ട്. ആധാർ കാർഡിൻ്റെ സേവ് ചെയ്ത കാർഡിൻ്റെ ഇത് കാണിക്കുന്നത്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴത്തുള്ള ആ ബ്ലൂ ഹൈലൈറ്റ് ആയിട്ടുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ ATM കാർഡിന് മേലുള്ള കറക്റ്റ് നമ്പർ അടിച്ചു കൊടുക്കുക, എല്ലാ നമ്പറും. പിന്നെ എക്സ്പയർ ഡേറ്റും ഇയറും ഉള്ളത്, മന്ത് ഉള്ളത് കൊടുക്കുക. പിന്നെ എന്താണോ പേരുള്ളത് അത് കൊടുക്കുക, കാർഡിൻ്റെ മേലുള്ളത്. പിന്നെ കാർഡിൻ്റെ ബാക്കിലുള്ള നമ്പർ എത്ര വരുന്ന വെച്ചാൽ 3 നമ്പർ അത് അടിക്കുക, പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുക. ഇങ്ങനെയാണ് ഇതിലൂടെ പൈസ അയക്കുന്നത്. ഇനി ടിക്മോയിൽ പൈസ അയക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. നിങ്ങൾ ടിക്മോ ഫോണിൽ ഓപ്പൺ ആക്കുക, ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക, ആഡ് മണിയിൽ പോവുക. പിന്നെ കാർഡ് ഡീറ്റെയിൽ നിങ്ങൾ ആദ്യമായിട്ട് കൊടുക്കുന്നത് വെച്ചെങ്കിൽ അത് അടിച്ചു കഴിഞ്ഞാൽ അവിടെ സേവ് ആവും. ഞാൻ അത് സേവ് ആക്കിയ കാരണം കൊണ്ടാണ് കാർഡിൻ്റെ നമ്പർ അവിടെ കാണിക്കുന്നത്. എമൗണ്ട് എത്ര വെച്ചാൽ എമൗണ്ട് അവിടെ എത്ര വെച്ചെങ്കിലും അടിച്ചു കൊടുക്കുക. ഞാൻ 500 റിയാൽ അടിച്ചിട്ടുണ്ട്. അതിൽ ആഡ് മണി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2000 എത്ര ആണെങ്കിലും നമുക്ക് കൊടുക്കാം. എന്നിട്ട് എൻ്റെ കാർഡിൻ്റെ നമ്പർ അവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡിൻ്റെ സീക്രട്ട് നമ്പർ, അതായത് CVV എന്നുള്ള കാർഡിൻ്റെ ബാക്കിലെ നമ്പർ അത് അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്താൽ നമ്മളെ അക്കൗണ്ടിൽ നിന്നും പൈസ ഇതിലേക്ക് ആഡ് ആവുന്നതാണ്. ഞാനത് കംപ്ലീറ്റ് കൊടുക്കുന്നില്ല. കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പൈസ ഇതിലേക്ക് ആഡ് ആവും. അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് കൊടുക്കാത്തത്. പിന്നെ ബർക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് പേ എല്ലാ ആപ്ലിക്കേഷനും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട്
കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഇതിൽ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ടുകൾ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എൻ്റെ കമൻസ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഉപകാരപ്പെടട്ടെ, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് മറുപടി ഞാൻ തരുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ് കത്തേൽ.